നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ അഴുക്ക് പുരണ്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഡിറ്റർജൻസ് ഉണ്ടല്ലേ? ഓക്കെ. മനസ്സിലോ അതിനെന്ത് ഡിറ്റർജൻസാണ് ഉള്ളത്? നമ്മൾ മനസ്സിൽ മാലിന്യങ്ങൾ അടിഞ്ഞാൽ നമ്മുടെ അനുവാദത്തോടെ അല്ലാതെയോ മനസ്സിലടിയുന്ന മാലിന്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്താ മാർഗമുള്ളത്? പ്ലീസ് പ്രാർത്ഥിക്കൂല്ലേ? ഒന്ന് പരിചയപ്പെടുത്തേക്കാമോ? സിമി. എവിടെയാ സ്ഥലം? ഇവിടെ ഏത് ഇതിലാണ്? ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പില്ല. കൺഗ്രാജുലേഷൻ. ഈ ഫേസ് ഓഫ് ദ ഫേസ് എന്നുള്ള പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ മധുരം സിമി ആസ്വദിക്കുകയാണ് കേട്ടോ. വേണമെങ്കിൽ പറ്റുമെങ്കിൽ കൈയടി കൊടുക്കാം, പറ്റുമെങ്കിൽ. ഇനി ഒരു കാര്യം ഓർക്കുക, ഒരുപാട് കൊടുത്തില്ലേലും ഇത് കൊടുത്തേക്കരുത്. ഇപ്പം നമ്മൾ 10-40 പേരോളം ഉണ്ടാവും അല്ലേ? 10-40 പേരിൽ 4-5 പേര് തേപ്പ്. കാരണം ഈ 10-30 തേഞ്ഞു പോക്കോളും. ഇല്ലേ? ചില അടിയിലില്ലേ അങ്ങനെ? ദയവ് ചെയ്ത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതൊന്നേ ഉള്ളേലും അത് ഒത്തതാവട്ടെ, നിറഞ്ഞ മനസ്സോടെ ആവട്ടെ. വെളുത്ത ചോറ് കറുത്ത മുഖത്തോടെ വിളമ്പരും നമ്മുടെ കാരണവർ പറയില്ലേ? ഇല്ലേ? കേട്ടിട്ടില്ലേ? വെളുത്ത ചോറ് കറുത്ത മുഖത്തോടെ വിളമ്പരും നമ്മുടെ മാതാപിതാക്കൾ പണ്ട് തൊട്ടേ പറഞ്ഞിരുന്ന കാര്യം. അതുവന്ന് പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഒരാളെ അഭിനന്ദിക്കുന്നുവെങ്കിൽ ആ അഭിനന്ദനം ആ കിട്ടുന്ന ആൾക്കത് അഭിനന്ദനമായിട്ട് തോന്നണം, അപമാനമായിട്ട് തോന്നരുത്. ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യുന്നത് എന്തോ ചെറിയോ വലുതോ കായകമായ കാര്യമാവട്ടെ, അതെന്തോ സത്യസന്ധമായി ചെയ്യുക. അത് ഏറ്റവും മികച്ചതായി ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ശരിയാണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ നല്ലൊരു കൈയടി ആവർത്തിച്ച് അദ്ദേഹത്തിന് നല്ലൊരു കൈയടിയായിട്ട് കൊടുത്തേക്കാമോ? ഓക്കെ, താങ്കൾക്കുള്ളതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ വൈമുഖ്യമരുതേ. കാരണം ചോദ്യങ്ങളാണ് നമ്മളെ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചോദ്യങ്ങളാണ് നമ്മളെ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആത്മവിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. അതിന് വേണ്ടി കൂടിയാണ് ഈ പ്രോഗ്രാമൊക്കെ. ക്ലിയർ ആണോ? ഈ ഫേസ് ഓഫ് ദ ഫേസ് എന്നുള്ള വാട്ട് യു മീനിങ് ബൈ ഫേസ് ഓഫ് ദ ഫേസ് പറയാമോ? മുഖാമുഖം, ഫേസ് ടു ഫേസ് എന്നല്ലേ മുഖാമുഖം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വരുന്നത്? ഫേസ് ഓഫ് ദ ഫേസ് എന്ന് പറയുമ്പോൾ പറഞ്ഞത് കറക്റ്റാ? നേർക്ക് നേർ അല്ലേ? ആ, അങ്ങനെയും പറയാം. ഓക്കെ, നേർക്ക് നേർ. മുഖത്തിൻ്റെ മുഖം എന്ന് പറയാമോ? മിടുക്കി, കൺഗ്രാജ്. എന്താ പേര് നമ്മളുടെ? സായിശ്രീ. മുഖത്തിൻ്റെ മുഖം എന്ന് പറയാമോ? മുഖത്തിൻ്റെ മുഖം എന്ന് വേണേൽ അവകാശപ്പെടാൻ മേലേ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. മുഖത്തിൻ്റെ മുഖം, നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ മുഖത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മുഖമില്ലേ? ഇല്ലേ? ഫ്രണ്ടിൽ നോക്കുമ്പോൾ, റോഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ, രാത്രിയിലൊക്കെ ആണെങ്കിൽ ആ ഹൈവേ കൂടെ പോകുമ്പോൾ പോലും നമുക്കൊരു മുഖം കാണാൻ പറ്റും ഇല്ലേ? ഇല്ലേ? ജസ്റ്റ് ഓൺലി ഫിസിക്കൽ ഫേസ് ഇല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ വിലയിരുത്തുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഒരു ഫേസ് ഓഫ് ദ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ആരാണ്? നഴ്സസ് മാത്രമാണോ? ഡോക്ടേഴ്സ് മാത്രമാണോ? ഓൾ മെമ്പേഴ്സ്. ഈ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, ഡോക്ടേഴ്സ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ ടീം, അങ്ങനെ എൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സും കൂടുന്നതാണ് ഈ സ്ഥാപനം. ആണോ അല്ലയോ? അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുഖത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെല്ലാവരും. ഈസ് ക്ലിയർ? അപ്പോൾ നമ്മൾ ആരെങ്കിലും തരത്തിൽ കുറഞ്ഞവരാണോ? അല്ല, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ മുഖമാണ്. കാരണം ഈ ലോകം ഈ സ്ഥാപനത്തെ വിലയിരുത്തുന്നത് നമ്മളിലൂടെയാണ്. നമ്മൾ ഈ സ്ഥാപനത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്കും നമ്മൾ പറയുന്ന മനോഹരമായ വാക്കുകൾക്കുമൊക്കെ വലിയ വിലയുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ്. കാരണം ഈ ലോകം ഈ സ്ഥാപനത്തെ വിലയിരുത്തുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറുടെ സേവനം കൊണ്ട് മാത്രമല്ല, ഇവിടെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയെ ബേസ് ചെയ്ത് മാത്രമല്ല, പിന്നെയോ ഈ സ്ഥാപനത്തിലേക്ക് വന്നു പോകുന്ന ആളുകൾ അവർക്ക് ഇവിടുന്ന് ലഭിക്കുന്ന സേവനത്തിൻ്റെ മനോഹാരിത, ഒരു ഹൈ ഫീലിംഗ്. ഇവിടേക്ക് വരുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്? രോഗികൾ എന്ന് വെച്ചാൽ ആരോഗ്യവാന്മാരും മല്ലന്മാരും മാധവന്മാരുമാണോ വരുന്നത്? ആരോഗ്യം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് വരുന്നത് അല്ലേ? ആരോഗ്യം, ശാരീരികമായ മാനസികമായ ആരോഗ്യം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, മനസ്സ് തളർന്നൊക്കെ ആവാം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഓടി വരുന്നത്. ഇവിടെ വന്ന് 10 ദിവസം കിടക്കുമ്പോഴാണ് അപ്പുറത്ത് നല്ലൊരു ബിൽഡിംഗ് ആശുപത്രിയുടെ പണിയുന്നു, അവിടെ AC റൂമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പേഷ്യൻറ്റ് പറയൂ, ആ കെട്ടിടം പണിയുമ്പോൾ അവിടെ ഒരു 10 ദിവസം കിടക്കണം. ആരെങ്കിലും പറയുമോ? നമ്മളാരെങ്കിലും പറയുമോ? നമ്മളും പറയില്ല. കാരണം എന്താ? അങ്ങനെ വന്ന് കിടക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത് അല്ലേ? ആഗ്രഹിച്ചു വന്ന് കിടക്കുന്ന സ്ഥലമല്ല. ആഗ്രഹിച്ചു വന്ന് കയറുന്ന ആളുകളല്ല ഇവിടെ വരുന്നത്, ആശ്രയിച്ച് വരുന്നവരാ. വലിയ വ്യത്യാസം ഉണ്ടല്ലേ? ആഗ്രഹിച്ച് വരുന്നവരല്ല ഈ സ്ഥാപനത്തിൽ വരുന്നത്, ആശ്രയിച്ച് വരുന്നവരാ. അങ്ങനെ ആശ്രയം തേടി വരുന്നവർ, അഭയം തേടി വരുന്നവർ, സ്വാതന്ത്ര്യം തേടി വരുന്നവർ, ആശ്വാസം തേടി വരുന്നവർ, അവർക്ക് നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പുഞ്ചിരിക്കും ആശ്വാസം പകർന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഉണ്ടോ ഇല്ലയോ? മെഡിസിനെ പോലെ പ്രാധാന്യമുണ്ട് നമ്മുടെ
നറുപുഞ്ചിരിക്കും നമ്മുടെ ആശ്വാസം പകർന്നു കൊടുക്കുന്നൊരു വാക്കിനും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈ മഹാസ്ഥാപനത്തിൻ്റെ മുഖത്തിൻ്റെ മുഖമാണ് എന്ന്. ലോകം ഈ സ്ഥാപനത്തെ വിലയിരുത്തുന്നത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ്. അതുകൊണ്ട് നമ്മളാരും ചെറുതല്ല, ആരും വലിയവരുമല്ല. ആണോ? അല്ല. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ അതിൻ്റെ വാല്യൂ തിരിച്ചറിയാൻ കഴിയുക.